ഹലോ മിഗോസ്, അപ്പം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ കാക്കനാട് നിന്ന് കളമശ്ശേരി വരെ പോവാണ് കേട്ടോ. അപ്പോൾ വീട്ടിൽ നിന്ന് അച്ചായി അമ്മക്കായിട്ട് നമ്മൾ 2 ദിവസം ഒരു ട്രിപ്പ് പോവാണ്. വലിയ കാര്യമായിട്ടുള്ള ട്രിപ്പൊന്നുമല്ല. അച്ഛനമ്മ എപ്പോഴും തിരക്കിലായിരിക്കുമല്ലോ, കടയുടെയൊക്കെ തിരക്കില്ല. അപ്പോൾ ആ തിരക്കിൽ നിന്ന് കുറച്ച് മാറി ഒന്ന് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറേ നാളായി ഞങ്ങൾ പ്ലാൻ ചെയ്യണം. പക്ഷേ ഒന്നില്ലെങ്കിൽ ചേച്ചിക്ക് പറ്റില്ല, അല്ലെങ്കിൽ എനിക്ക് പറ്റില്ല, അല്ലെങ്കിൽ ഏട്ടന് പറ്റില്ല. പക്ഷേ ഇപ്പോഴും അളിയൻ നമ്മുടെ കൂടെ ഇല്ല. അളിയൻ കുറച്ച് തിരക്കിലായിപ്പോയി. ആൾ വരാമെന്ന് പറഞ്ഞു, പക്ഷേ പെട്ടെന്ന് കുറച്ച് തിരക്കായ കാരണം അളിയന് വരാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ ആലുവയിലെത്തിട്ടോ. ആലുവയിൽ നമ്മൾ ആദ്യം ഒരു ഹോട്ടലിൽ കയറി ഫുഡ് കഴിക്കാനായിട്ട്. നമ്മൾ കുറച്ച് നേരത്തെ ഇറങ്ങിയായിരുന്നു വീട്ടിൽ നിന്ന്. അപ്പോൾ ഫുഡ് കഴിക്കാനായിട്ട് കടയിൽ കയറിയൊക്കെയാണ്. അപ്പോൾ എല്ലാവരും നെയ് റോസ്റ്റൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏട്ടന് സീറ്റ് ഇല്ലാത്ത കാരണം ഏട്ടൻ തൊട്ട് ബാക്കിലുള്ള ടേബിളിലാണ് ഇരുന്നത്. അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും നല്ല എൻജോയ് മൂഡിലായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഒരു കരിമ്പൻ ജ്യൂസ് കട കണ്ടപ്പോൾ നിന്നു. അപ്പോൾ എനിക്കും കുഞ്ഞിനും അച്ഛനും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കരിമ്പൻ ജ്യൂസ്. ഏട്ടനും ഇഷ്ടമാണ്. അമ്മയ്ക്കും ചേച്ചിക്കും കുഞ്ഞാപ്പൂനും അങ്ങനെ കാര്യമായിട്ട് അത് ഇഷ്ടമല്ല. അപ്പോൾ എന്തായാലും ഞങ്ങൾ കുറേ നേരം അച്ഛനും ഏട്ടനൊക്കെ വണ്ടി ഓടിച്ച് വന്ന കാരണം ഒന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടി ഒന്ന് നിർത്തി. അപ്പോൾ ഒരു കരിമ്പൻ ജ്യൂസൊക്കെ കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുഞ്ഞിനും ഭയങ്കര ഇഷ്ടമാണ്, എനിക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അയാൾ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അച്ഛൻ അവർക്കും വാങ്ങിച്ച് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്കിഷ്ടമുള്ള കാരണം അച്ഛൻ്റെ ജ്യൂസിൽ നിന്ന് കുറച്ച് എനിക്ക് തന്നു. അങ്ങനെ ഞങ്ങൾ കരിമ്പ് ജ്യൂസൊക്കെ കുടിച്ചു നേരെ വന്നു കേട്ടോ. നേരെ വന്നത് നമ്മൾ അച്ഛൻ്റെ ഫ്രണ്ട്സൊക്കെ ഇടയ്ക്ക് കറങ്ങാൻ പോകാറുണ്ട്. അപ്പോൾ അച്ഛൻ പണ്ടൊക്കെ പോകാറുണ്ട്. ഇപ്പോൾ കടയുടെ തിരക്കാരണം അച്ഛൻ അങ്ങനെ അധികം പോകാറില്ല. അപ്പോൾ അവർ തൃശ്ശൂർ ചാവക്കാടിൻ്റെ അടുത്തൊരു വീട് എടുത്തിട്ടുണ്ടായിരുന്നു തലേ ദിവസം. അപ്പോൾ ചേട്ടന്മാർ ഇന്ന് വീട് ഒഴിയാണ്. അപ്പോൾ ഞങ്ങൾ ആ റൂട്ട് പോണ കാരണം സ്റ്റേ ചെയ്യാനായിട്ട് ആ വീട് എടുത്തോളാൻ പറഞ്ഞു. അപ്പോൾ വേറെ ആൾക്കാർക്ക് കൊടുക്കണ്ടല്ലോ. അപ്പോൾ അവർ വെക്കേറ്റ് ചെയ്യണേക്ക് മുമ്പ് തന്നെ ഞങ്ങളെത്തി. അപ്പോൾ അത്യാവശ്യം അടിപൊളി ഒരു വീടായിരുന്നു കേട്ടോ. 2 ബെഡ്റൂമും വലിയൊരു ഹോള്, കിച്ചൺ, മുകളിലത്തെ നിലയിൽ നമുക്ക് യൂസ് ചെയ്യാം. ഫുൾ AC ആണ്. ഒരു അടിപൊളി സ്റ്റേ ചെയ്യാൻ പറ്റിയ സ്ഥലമായിരുന്നു കേട്ടോ. ചാവക്കാടിനടുത്താണ്. അപ്പോൾ സർപ്രൈസായിട്ട് അച്ഛൻ്റെ അമ്മയുടെയും വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു പിറ്റേ ദിവസം. അതായത് ഞങ്ങൾ ഡിസംബർ 29-ാം തീയതിയാണ് ട്രിപ്പ് പോയത്. ഡിസംബർ 30-ാം തീയതി അച്ഛൻ്റെ അമ്മയുടെയും വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു. അപ്പോൾ ചേട്ടന്മാർ സർപ്രൈസായിട്ടൊരു കേക്കൊക്കെ അവിടെ പ്ലാൻ ചെയ്തു. ഞങ്ങൾ വന്നപ്പോൾ തന്നെ കേക്കൊക്കെ അവരെ കൊണ്ട് മുറിപ്പിച്ചു. അങ്ങനെ നമ്മൾ കേക്കൊക്കെ മുറിച്ചു കേട്ടോ. അപ്പോൾ ഭയങ്കര ഹാപ്പിയായി. അപ്പോൾ കുഞ്ഞുട്ടനും ഞങ്ങളുടെ ബെഡ്റൂം ഭയങ്കര ഇഷ്ടപ്പെട്ടു. കിടക്കയിലൊക്കെ ആൾ കുത്തി മറിഞ്ഞ് തുടങ്ങി. അപ്പോൾ വിചാരിച്ചു നമുക്ക് എല്ലാവർക്കും കൂടി എന്നാൽ ഒന്ന് കറങ്ങാൻ പോവാം. അപ്പോൾ നമ്മുടെ ഷൈജുച്ചേൻ്റെ വണ്ടിയിൽ നമ്മളെല്ലാവരും കൂടി കറങ്ങാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഗ്യാങ് എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ നമ്മുടെ ഫാമിലി പോലെ തന്നെയാണ്. നമ്മുടെ വീട്ടിൽ എന്തൊരാവശ്യം വന്നാലും കട്ടയ്ക്ക് നിൽക്കണ ചേട്ടന്മാരാണ്. ഇവിടെ ഒരു 5-6 പേര് ഒറ്റൊരു ഗ്യാങ്. ഓട്ടോ സ്റ്റാൻഡിൽ അച്ഛൻ്റെ കൂടെ വണ്ടി ഓടിക്കുന്ന ചേട്ടന്മാരാണ്, ഓട്ടോ ഓടിക്കുന്നവരാണ്. അപ്പോൾ നമ്മൾ നേരെ പോകുന്നത് വേറെ എങ്ങോട്ടും അല്ല കേട്ടോ. ഞങ്ങളുടെയൊക്കെ ഒരു ഫേവറേറ്റ് സ്പോട്ടായിട്ടുള്ള കുണ്ടുവിളിക്കടവ് കള്ള് ഷാപ്പ് സത്യം പറഞ്ഞ ഒരു എന്താ പറയുക, ഒരു പ്രത്യേക ഫീലാണ്. അപ്പോൾ ചേട്ടന്മാരുടെ ഇടയ്ക്ക് ഇവിടെ വരാറുണ്ട്. അപ്പോൾ ആ വഴി പോയപ്പോൾ എന്നാൽ നമുക്ക് അങ്ങോട്ട് തന്നെ കയറാം. അപ്പോൾ ഉച്ചയ്ക്ക് ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്നാൽ ഉച്ചയ്ക്ക് ഫുഡൊക്കെ അവിടെ നിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. ഷാപ്പിനെ പറ്റി പറയുകയാണെങ്കിൽ വെറുതെ കിഡ് വൈബാണ്. ഫുഡാണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട. തലക്കറിയും ചിക്കനും മറ്റേ കക്കിറച്ചിയും കൂന്തറൊക്കെയാണ് ഞങ്ങൾ പറഞ്ഞേച്ചത്. അപ്പോൾ ഞങ്ങൾ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് തൊട്ട് താഴെ ഇറങ്ങിയപ്പോൾ അവിടെ ഒരു ചെറിയൊരു കനാലും നല്ല പാടം, നല്ല കാറ്റ്. അങ്ങനെ ഞങ്ങൾ നേരെ നമ്മുടെ വീട്ടിലേക്ക് പോന്നു കേട്ടോ. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, വീട്ടിലേക്ക് പോന്നു. അപ്പോൾ ഉച്ചയ്ക്ക് വന്നിട്ട് എല്ലാവരും നല്ല ഉറക്കമായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഉറങ്ങായിരുന്നു. പിന്നെ എൻ്റെ ഒരു 5 മണി അടുപ്പിച്ചായി. അപ്പോൾ ഞാനും അമ്മയും കുഞ്ഞിനും എണീറ്റു. അപ്പോൾ വീടും സൂപ്പർ വീടാണ്, ഒരു രക്ഷയില്ല. വീടിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ വേറൊരു വീടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഉറങ്ങിയിട്ടിട്ട് ഒന്ന് അവിടെ കോമ്പൗണ്ടിൽ തന്നെയൊക്കെ ഒന്ന് കറങ്ങി. അപ്പോൾ അപ്പുറത്തെ വീട്ടിലെ ചേച്ചിയായിട്ടൊക്കെ വർത്താനമൊക്കെ പറഞ്ഞു. അപ്പോൾ അവർ സ്വന്തം വീട് വെച്ച് താമസിക്കുന്നതാണ്. ഇത് വീട് പണിതിട്ട് ഇതേപോലെ ടൂർ ആൾക്കാർക്ക് 1 ദിവസം 2 ദിവസമൊക്കെ സ്റ്റേക്ക് വേണ്ടി കൊടുത്തേക്കാണ്. അപ്പോൾ കുഞ്ഞാപ്പൂവും എണീറ്റ് ചേച്ചി അനിയനും കൂടി കളി തുടങ്ങി കേട്ടോ. അപ്പോൾ അച്ഛനും ചേച്ചിയും ഏട്ടനും എണീറ്റിട്ടില്ല, നല്ല ഉറക്കമാണ്. അങ്ങനെ ഞങ്ങൾ ഒരു 6:15 ആയപ്പോഴേക്കും അവരെ വിളിച്ച് എണീപ്പിച്ചു. ചായ കുടിക്കാൻ പോവാണ്. അപ്പോൾ അപ്പുറത്തെ വീട്ടിലെ ചേച്ചി സംസാരിച്ചപ്പോൾ പറഞ്ഞു തൊട്ടടുത്ത് തന്നെ ചെറിയൊരു ചായക്കടയുണ്ട്. വലിയ കാര്യമായിട്ടുള്ള ഫുഡൊന്നും ഇല്ലെങ്കിലും ചെറിയ രീതിയിലൊക്കെ. അപ്പോൾ ഞങ്ങൾ ആ ചായക്കടയിലെത്തി. നമ്മുടെ റൂമിൻ്റെ അടുത്ത് തന്നെയാണ്. അപ്പോൾ ചേച്ചിനോട് അനിയനോടൊക്കെ എന്താ വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ചേട്ടന് പൊറോട്ട മതി, ചേച്ചിക്കും പൊറോട്ട മതി. അപ്പോൾ പൊറോട്ടയൊന്നും അവിടെ കിട്ടില്ല. അവിടെ ചെറിയ തട്ടുദോശയും കപ്പയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആൾക്ക് 2 പേർക്കും പൊറോട്ട മതി എന്ന് പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ഞാനും ചേച്ചിയും അമ്മയും കപ്പ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് കപ്പ വന്നപ്പോൾ കുട്ടീസിനും കപ്പ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കപ്പയൊക്കെ കഴിച്ചു. അങ്ങനെ ഞങ്ങൾ ചായക്കടയിൽ നിന്ന് ഇറങ്ങിയപ്പോഴാണ് ആ ചേട്ടൻ പറഞ്ഞത് അവിടെ അടുത്തൊരു സ്കൂളിൽ നാടകം നടക്കാനുണ്ടെന്ന്. എന്നാൽ പിന്നെ അതും കൂടി കണ്ടേക്കാമെന്ന് വിചാരിച്ചു. പാതിരാത്രി നാടകം കാണാൻ നടക്കുകയാണ്. അപ്പോൾ നമ്മുടെ കുട്ടീസൊന്നും അങ്ങനെ നാടകമൊന്നും കണ്ടിട്ടില്ലല്ലോ, തണുപ്പത്തൊക്കെ ഇരുന്ന്. നമ്മളൊക്കെ പണ്ടത്തെ കാലത്ത് കപ്പലണ്ടിയൊക്കെ കഴിച്ച് അങ്ങനെ നാടകമൊക്കെ കണ്ട ടീംസാണ്.
അപ്പം എന്നാൽ അവരെയും കൂടി കാണിക്കാമെന്ന് വെച്ചാൽ നമ്മൾ നാടകം നടക്കുന്ന സ്കൂളിലേക്ക് എത്തി. അത്യാവശ്യം നല്ല രീതിയിൽ നടക്കാനുണ്ടായിരുന്നു. അവിടെ ചെന്നപ്പോഴാണ് നാടകം തുടങ്ങിയിട്ടില്ല, സീറ്റും ഇല്ല, നല്ല തിരക്കായിരുന്നു. പിന്നെ കുറച്ച് ഞങ്ങൾ വെയിറ്റ് ചെയ്തിട്ട് തുടങ്ങാൻ ഒരു പരിപാടി ഇല്ലാന്ന് പറഞ്ഞപ്പോൾ നേരെ നമ്മൾ റൂമിലേക്ക് തന്നെ പോന്നു. അപ്പം അച്ഛൻ പറഞ്ഞു നേരത്തെ കിടന്ന് തുടങ്ങിയപ്പോൾ വെളുപ്പിനേ നമുക്ക് പോകണം. അപ്പോൾ നമ്മുടെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ വെഡ്ഡിങ് ആനിവേഴ്സറി കണ്ണൻ്റെ കൂടെ ആയിരിക്കും. അപ്പോൾ ഒന്ന് ഗുരുവായൂർ പോകണം എന്ന് വിചാരിച്ചാണ് നമ്മൾ ഇറങ്ങിയത്. അപ്പോൾ ഗുരുവായൂർ പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു നേരെ റൂമിൽ വന്നു, കിടന്നുറങ്ങി. വെളുപ്പിനൊരു 1:30-2 മണി വെളുപ്പിനൊരു 2 മണിയായപ്പോഴേക്കും കുളിയൊക്കെ കഴിഞ്ഞ് നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങി. പക്ഷേ സത്യം പറയാലോ, ഗുരുവായൂരിൽ അടിപൊളി തിരക്കായിരുന്നു. നമ്മൾ ഇത്രയും വർഷം ഗുരുവായൂർ പോയിട്ട് ഇത്രയും തിരക്ക് ആദ്യമായിട്ടാണ്. നമ്മളൊരു 2:30-3 മണിക്ക് ക്യൂവിൽ കയറിയിട്ട് നമ്മൾ തൊഴുതിറങ്ങിയത് 11:30-ക്കാണ്. അപ്പോൾ നമ്മൾ തൊഴുത് നല്ല ടയേർഡായി. അപ്പോൾ നമ്മളവിടെ അടുത്ത് തന്നെ ഒരു സ്ഥലത്ത് പോയി ഡ്രസ്സെല്ലാം മാറ്റി. അപ്പോൾ കുട്ടീസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങാൻ പോവാണ്. നമ്മളപ്പോൾ ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങാൻ വിചാരിച്ചു. ഒരു 12 മണി അടുപ്പിച്ചായിട്ടുണ്ട് രാവിലത്തെ ഫുഡ് കഴിച്ചപ്പോൾ. അപ്പം നമ്മൾ ഫുഡ് കഴിക്കാൻ കടയിലൊക്കെ ഒന്ന് കയറാമെന്ന് വിചാരിച്ചു. ഫുഡൊക്കെ ഓർഡർ ചെയ്ത് രാവിലത്തെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അമ്മയും മോളോട് കൊച്ചു വിശേഷമൊക്കെ പറഞ്ഞിരിക്കുകയാണ്. അച്ഛയും ഏട്ടനും അപ്പുറത്തെ ടേബിളിലാണ് ഇരുന്നത്. പിന്നെ നമ്മൾ നേരെ ആനക്കുട്ടിലേക്ക് വന്നു. അങ്ങനെ നമ്മൾ ആനക്കുട്ടിയിൽ പോകാനായിട്ട് അവിടെ എത്തി. അപ്പോൾ ഏട്ടനും അച്ഛനും ടിക്കറ്റ് എടുക്കാൻ നിൽക്കുകയാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് ഈ ആനക്കുട്ടലിൻ്റെ ഉള്ളിൽ കയറാൻ നല്ല ടെൻഷനാണ് കേട്ടോ. വേറെ ഒന്നുമല്ല, എൻ്റെ കുഞ്ഞൻ്റെ കാരണം. എൻ്റെ കുഞ്ഞൻ്റെ സ്വഭാവം ഞാൻ പല വീഡിയോസിലും നിങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അവൻ ആന എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു അഡിക്ഷനാണ്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ആളുടെ സന്തോഷം കണ്ടപ്പോൾ എനിക്ക് നല്ല ടെൻഷനായിരുന്നു. ആൾ പല ആനകളെ കാണുമ്പോഴും കൈവിട്ട് ഓടാൻ നോക്കുന്നു. അവന് സന്തോഷം കൊണ്ടാണ് കാര്യം, പക്ഷേ എനിക്കുള്ളൊരു നല്ല ആദ്യമായിരുന്നു. അവന് ചെറുപ്പം തൊട്ടേ ആനേനെ ഭയങ്കര കാര്യമാണ്. അപ്പോൾ ഇത്രയും ആനകൾ ഒരുമിച്ച് കണ്ടപ്പോൾ അവൻ്റെ സന്തോഷവും, അവൻ ഓരോ ആനേനെ കാണുമ്പോഴും നമ്മളോട് പറഞ്ഞു തരാം, അതിൻ്റെ കൊമ്പ് കണ്ടോ അമ്മ, അതിൻ്റെ ചെവി കണ്ടോ എന്നൊക്കെ പറഞ്ഞ് ആൾ ഭയങ്കര ഹാപ്പി പറഞ്ഞു അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ. അങ്ങനെ ഞങ്ങൾ കുറേ നേരം ആനക്കൂട്ടിൽ സ്പെൻഡ് ചെയ്തു കേട്ടോ. പക്ഷേ പണ്ടത്തെ ആനക്കൂട്ടിലും ഇന്നത്തെ ആനക്കൂട്ടിലും നമ്മൾ ഭയങ്കര വ്യത്യാസമുണ്ട്. പണ്ടത്തെ അത്ര ആനയൊന്നും ഇപ്പോൾ ഇല്ല കേട്ടോ. പണ്ട് ഒരുപാട് ആനയുള്ള സ്ഥലത്ത് ഇപ്പോൾ കുറച്ച് ആന, ഏറ്റവും കൂടി പോയൊരു 10-12 ആന ഉണ്ടാവും. പണ്ട് ഒത്തിരി ആനകളായിരുന്നു. അങ്ങനെ ഞങ്ങൾ ആനക്കുട്ടിലൊക്കെ കണ്ട് നടക്കുകയാണ്. അപ്പോൾ പണ്ട് ഞങ്ങളെയും കൊണ്ട് വരുമ്പോഴും അച്ഛനും അമ്മയും ഇതേപോലെ ആനക്കുട്ടിലൊക്കെ കയറി അവിടെയുള്ള മാക്സിമം സ്ഥലം മമ്മിയൂർ പോയൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും കൊണ്ട് പോകുമ്പോഴും അതേപോലെ തന്നെ മാക്സിമം സ്ഥലമൊക്കെ അവർ കാണിച്ചു കൊടുക്കാൻ നോക്കുന്നുണ്ട് അച്ഛനും അമ്മയും. അവരും നല്ല എൻജോയ് ആയിരുന്നു. കാരണം ഈ തിരക്കുള്ള ലൈഫിൽ നിന്ന് 2 ദിവസം ഞങ്ങൾ സത്യമായി നന്നായിട്ട് അടിച്ചു പൊളിച്ചു കേട്ടോ. എല്ലായിടത്തും പോയി കുഞ്ഞുങ്ങളെ എല്ലാ സ്ഥലത്തും കാണിച്ചു. ആനക്കൊട്ടിലൊക്കെ കാണിച്ചു കൊടുത്തു. കുഞ്ഞൻ്റെ എനിക്ക് തോന്നുന്നു അവന് 1.25 വയസ്സ് ആ സമയത്തെങ്ങാണ്ടാണ് ലാസ്റ്റ് ഗുരുവായൂർ വന്നേക്കണത്. പക്ഷെ അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ചേച്ചിക്കും ചേട്ടനും ഒക്കെ ഭയങ്കര സങ്കടമായിപ്പോയി. പിള്ളേർക്ക് ആനക്കൊട്ടിൽ നിന്ന് പോരാനായിട്ട് തോന്നുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഒരു ഐസ്ക്രീമൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ ആ സങ്കടമൊക്കെ മാറ്റി കൊടുത്തു. സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ 3 പേരുടെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ അച്ഛൻ്റെ അമ്മയുടെയും വെഡിങ് ആനിവേഴ്സറി ആയിട്ട് ഒരു കേക്കൊക്കെ മുറിക്കണം ബീച്ച് സൈഡിൽ വെച്ചിട്ട്. പക്ഷേ ഗുരുവായൂരിലെ തിരക്ക് നമ്മുടെ കണക്കൂട്ടലൊക്കെ തെറ്റിച്ചു. ഞങ്ങൾ ബീച്ചിലെത്തിയപ്പോൾ ഏകദേശം 2 മണിയായി. പക്ഷേ ബീച്ചിൽ പോകാനായിട്ടുള്ള പ്ലാൻ ഞങ്ങൾ മാറ്റിയായിരുന്നു. കാരണം അത്രയും വെയിലത്തിറങ്ങിയിട്ട് നമുക്ക് പക്ഷേ നമ്മുടെ കുഞ്ഞിച്ചക്കൻ ബീച്ചിൽ പോണ കാര്യം ആൾ മൈൻഡിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അപ്പനോട് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ട് ബീച്ച് എത്താറായോ. അപ്പോൾ പിന്നെ അച്ഛൻ വെയിലാണെങ്കിലും ബീച്ച് എത്തിയപ്പോൾ വണ്ടി നിർത്തിയപ്പോൾ ബാക്കി എല്ലാവരും ഉറങ്ങായിരുന്നു. ഞങ്ങൾ 3 പേരും മാത്രമേ ഇറങ്ങിയുള്ളൂ. ചേച്ചിയും അമ്മയും കുഞ്ഞും നല്ല ഉറക്കമായിരുന്നു. സത്യം പറഞ്ഞാൽ അച്ചായിയും കുഞ്ഞൂട്ടനും അമ്മയും തമ്മിൽ ഭയങ്കര ഒരു ബോണ്ടാണ്. കാരണം ഞാൻ ജോലിക്ക് പോകുമ്പോൾ ഇവനെ ഞാൻ അച്ഛൻ്റെ അടുത്താക്കിയിട്ടാണ് പോവാറ്. അപ്പോൾ അതൊക്കെ ആയിരിക്കും അവൻ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യണത് അപ്പാപ്പയുടെയും അമ്മാമ്മയുടെയും കൂടെ. അപ്പോൾ ഒരു സത്യം പറഞ്ഞാൽ ഭയങ്കര ഒരു ബെസ്റ്റ് ഫ്രണ്ട്സാണ്. അവൻ്റെ ആഗ്രഹത്തിനൊക്കെ കൂട്ടി നിൽക്കാറും അവൻ എല്ലാ കാര്യത്തിലും സപ്പോർട്ട് ചെയ്യാറും അവർക്ക് നല്ലൊരു റോളാണ് അവൻ്റെ ലൈഫിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവനെ വിഷമിപ്പിക്കേണ്ട, അവനോട് പറഞ്ഞു പോയല്ലോ എന്ന് വെച്ചതേ പാപ്പ ബീച്ചിലൊക്കെ കൊണ്ടുപോയി കളിപ്പിച്ചു. അപ്പോൾ ഏട്ടനും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കേക്കൊക്കെ മുറിക്കാൻ പ്ലാൻ ചെയ്തു. പക്ഷേ ആ പ്ലാൻ ഞങ്ങൾ മാറ്റിയില്ല. ഞങ്ങളിതേ ബീച്ചിൻ്റെ അവിടേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നേരെ ഒരു അമ്പലത്തിൻ്റെ സൈഡ് ഒരു തണലത്ത് ഞങ്ങളതേ ഷീറ്റൊക്കെ വിരിച്ചു. അപ്പോൾ എല്ലാവർക്കും ക്ഷീണം പിടിച്ചു, വെയിലായല്ലോ. അപ്പോൾ ഏട്ടൻ അവിടെ കാറ്റാടിയും കൊണ്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആൾക്ക് എപ്പോഴും കുഞ്ഞു മനസ്സാണ്. അപ്പോൾ കാറ്റാടിയും കൊണ്ടൊക്കെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നല്ല ക്ഷീണം പിടിച്ചോണ്ട് അവിടെ ഇവിടെയൊക്കെ വിരിവിരിച്ച് അവിടെ കിടക്കുന്നു ഇവിടെ കിടക്കുന്നു അങ്ങനെയൊക്കെ എല്ലാവരും റെസ്റ്റ് എടുക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു നല്ല തണലുള്ള സ്ഥലമാണ്. അപ്പോൾ നോക്കിയപ്പോൾ തൊട്ട് ബാക്കിൽ തന്നെ സ്കൂളാണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് പിള്ളേർ നമുക്ക് ടാറ്റയൊക്കെ തരുന്നുണ്ടായിരുന്നു. അപ്പോൾ ചേച്ചി അനിയന് തണൽ കിട്ടിയപ്പോഴേക്കും പിന്നെ കളിയായിട്ട് ഇറങ്ങി. അവർ തമ്മിൽ ഭയങ്കര കമ്പനിയാണ്. 1 വയസ്സിൻ്റെ വ്യത്യാസമുള്ളൂ 2 പേര്. അപ്പോൾ അവർ കൂടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഭയങ്കര ഇതാണ്. കാരണം ഒറ്റയ്ക്കുള്ളെങ്കിൽ ഒരു കുഴപ്പമില്ല, 2 കൂടി കഴിഞ്ഞാൽ കുരുത്തക്കേടാണ്. അപ്പോൾ ഞങ്ങൾ കേക്ക് ഓർഡർ ചെയ്തു. അപ്പോൾ അവിടെ അടുത്തുള്ളൊരു ബേക്കറിയിൽ നിന്ന് നമുക്ക് കൊണ്ടുവന്ന് തരുകയാണ് ചെയ്തത്.
അപ്പം അച്ഛനോടും അമ്മയോടും പറഞ്ഞിട്ടുണ്ടായില്ല കേട്ടോ കേക്ക് മുറിയുടെ കാര്യം. ഞങ്ങൾ 3 പേരും കൂടി സർപ്രൈസ് കൊടുത്തതാണ്. അപ്പോൾ ദേ അവിടെ തന്നെ നമ്മൾ ആ വിരിയിൽ വെച്ച് ചെറിയ രീതിയിൽ നമ്മൾ വെഡ്ഡിങ് ആനിവേഴ്സറി ഒന്ന് ആഘോഷിച്ചു. കേക്കൊക്കെ മുറിച്ച് ഒരു മഹാദേവൻ്റെ ക്ഷേത്രം തന്നെയായിരുന്നു ബാക്കിലുണ്ടായിരുന്നത്. നടേൻ്റെ ഫ്രണ്ടിലല്ല കേട്ടോ, നമ്മൾ ആ കോമ്പൗണ്ടിൽ കുറച്ച് അറ്റത്തായിട്ടാണ് ഇരുന്നത്. അപ്പോൾ 30ാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു, ഞങ്ങൾ ആഘോഷിച്ചു. അങ്ങനെ അളിയനെ ഒരുപാട് മിസ് ചെയ്തു കേട്ടോ, കാരണം വരാനിരുന്നതാണ്. പക്ഷെ പെട്ടെന്ന് തന്നെ പെട്ടെന്ന് തിരക്ക് വന്ന കാരണം ഒട്ടും ഒഴിവാക്കാൻ പറ്റിയില്ല ആൾക്ക്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ആഘോഷിച്ചു. അപ്പോൾ അന്നത്തെ ആ ഒരു ദിവസം അടിപൊളിയായിരുന്നു കേട്ടോ എല്ലാം കൊണ്ടും. ഗുരുവായൂരിലെ തിരക്ക് ഒഴിച്ച് ബാക്കിയെല്ലാം ഞങ്ങൾ അടിച്ചു പൊളിച്ചു. തിരക്കെന്ന് പറഞ്ഞാൽ വൻ തിരക്കായിപ്പോയി. സത്യം പറഞ്ഞാൽ നമ്മൾക്ക് തന്നെ ഭയങ്കര തിരക്ക് വന്നപ്പോൾ ഇതായിരുന്നു. അപ്പോൾ പിന്നെ പിള്ളേരുടെ കാര്യം പറയണ്ട. പക്ഷേ രണ്ടുപേരും ഒരു വാശി ഉണ്ടായില്ല കേട്ടോ. അങ്ങനെ കേക്ക് മുറിയൊക്കെ കഴിഞ്ഞു, കേക്കൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി നമ്മൾ നേരെ കളമശ്ശേരിയാണ് കേട്ടോ. അപ്പോൾ കേക്കൊക്കെ മുറിച്ചു, അച്ഛനും അമ്മയും ഒരുപാട് ഹാപ്പിയായി. അപ്പോൾ അങ്ങനെ എടുത്ത കുറച്ച് ഫോട്ടോസ് ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാനുണ്ട് കേട്ടോ. ആനക്കുട്ടിൽ പോയ ഫോട്ടോ ആണെങ്കിലും ഗുരുവായൂരിൻ്റെ അമ്പലത്തിൽ നമുക്ക് പൊട്ടും ഫോൺ യൂസ് ചെയ്യാൻ പറ്റില്ല, അല്ലാണ്ട് നമ്മളെടുത്ത ഫോട്ടോ, ഗുരുവായൂരിൽ നിന്ന് തൊഴുതിറങ്ങി കഴിഞ്ഞെടുത്തുള്ള ഫോട്ടോ. അപ്പോൾ ഈ ഒരു 2 ദിവസം സത്യം പറഞ്ഞാൽ അടിച്ച് പൊളിച്ചു കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വേഗം വരാം. ബൈ.